ഒക്കെ മതിയാക്കി ഇറങ്ങിയാൽ പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങണം. സത്യം പറയാലോ, അതിനുള്ള ആത്മധൈര്യം ഇപ്പൊ അങ്കിളിനില്ല മോളെ. സാരമില്ല അങ്കിൾ. ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചും കലഹിച്ചും ആരും പെരുവഴിയിലാവരുത്. അബ്ദുപ്പാന്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും കൊണ്ട് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചതും ആ ഒരു കാരണം കൊണ്ടാ. എല്ലാം ഒന്നേന്ന് തുടങ്ങാന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട്. മോളെ, അങ്കിൾ ഒരു കാര്യം ചെയ്യാം. വേണ്ടെന്ന് മോള് പറയരുത്. അങ്കിൾ ഇവിടെ എവിടെയെങ്കിലും വാടകയ്ക്കൊരു വീട് നിങ്ങൾക്ക് തരപ്പെടുത്തി തരാം. സഹായത്തിന് വിശ്വാസമുള്ള ആരെങ്കിലും ഏർപ്പാടാക്കി തരികയും ചെയ്യാം. ചേച്ചിയുടെ പ്രസവത്തിനും മോളുടെ പഠിപ്പ് തുടരാനുള്ള തുക അങ്കിൾ അറേഞ്ച് ചെയ്തു തരാം. അല്ലാതെ എത്ര നാളെന്ന് വെച്ചാ ഈ ലോട്ടറിയൊക്കെ വിറ്റ്. അങ്കിൾ എന്നെ സഹായിക്കാൻ തയ്യാറാവുന്നത് അംബികാന്റെ അറിയാതെയല്ലേ? തൽക്കാലം ആരും അറിയണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട അങ്കിൾ, ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കണ്ട. ആരും അറിയാതെ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായാൽ എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും തരത്തിൽ അത് അംബികാന്റെ ചെവിയിലെത്തും. അപ്പോഴും പഴി മുഴുവൻ കേൾക്കേണ്ടത് ഞാനും എന്റെ ചേച്ചിയും ആയിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ ചുറ്റുപാടുമായിട്ട് ഞങ്ങൾ ഇണങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ അങ്കിള് പൊയ്ക്കോ. ഞാൻ ചെന്നിട്ട് വേണം എന്റെ വീട്ടുടമസ്ഥർക്ക് അവരുടെ ജോലിക്ക് പോവാൻ. സഹായിക്കാൻ മനസ്സുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പോട്ടെ അങ്കിൾ. മോള് നിക്ക്. ഇതിരിക്കട്ടെ. കുറച്ച് കാശാ. ആരെയും ബോധ്യപ്പെടുത്തേണ്ടാത്ത വകയിലെയാ. ഇത് മോള് വാങ്ങണം. 2 ലക്ഷം രൂപയുണ്ട്. ഗായത്രിയുടെ പ്രസവമൊക്കെ അടുത്ത് വരികയല്ലേ. ഇത് വെച്ചോളൂ മോളെ. മോളിത് വാങ്ങണം. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ സ്വന്തം കാശാണ്. ആരെയും കണക്ക് ബോധ്യപ്പെടുത്തേണ്ടാത്ത വകയിലുള്ളതാ. മോളിത് വാങ്ങണം. വേണ്ട അങ്കിൾ. ഇപ്പൊ ഞാൻ ഈ ക്യാഷ് വാങ്ങിയാൽ എന്റെ ഉള്ളിലെ തീ കെട്ടുപോകും. പൊരുതി ജീവിക്കാം എന്നുള്ള ആത്മവിശ്വാസം തകർന്നു പോകും. അത് പാടില്ല അങ്കിൾ. അതുകൊണ്ട് മാത്രം അങ്കിളിന്റെ ഈ സഹായം ഞാൻ വേണ്ടെന്ന് വെക്കുക. ഒന്നും തോന്നരുത്. ഞങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെ ജീവിച്ചാലും ഞങ്ങളുടെ നന്മ മാത്രമേ അങ്കിൾ ആഗ്രഹിക്കൂ എന്ന് എനിക്കറിയാം. മതി, ആ മനസ്സിന്റെ പ്രാർത്ഥന മാത്രം മതി ഞങ്ങൾക്ക് കൂട്ടിന്. മോളെ, പൊയ്ക്കോട്ടെ അങ്കിൾ. ഇച്ചാന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോളെ. ഒന്നാമത് അവരായിട്ട് മുൻകൈ എടുത്ത് കൊണ്ടുവന്ന പ്രപ്പോസൽ. അതുകൂടാതെ നമുക്ക് ആരെയും വിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാനും മാർഗമില്ലല്ലോ. എല്ലാ പേടിയും അറിയത് ആള് നേരിൽ കണ്ടപ്പോഴാ. ജോസൂട്ടി വളരെ ജെന്റിലാണ് മോളെ. നിനക്കെന്താ തോന്നുന്നത്? എനിക്കും അങ്ങനെയാ തോന്നിയത് ഈച്ചയ. വളരെ മാന്യമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. ആളുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഞാൻ മാച്ച് ആവുന്ന ഇപ്പൊ എന്റെ പേടി. നീ എന്തിനാ അതൊക്കെ ഓർത്ത് ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടുന്നത് തന്റെ ഭാഗ്യമാണെന്നാ ജോസൂട്ടി എന്നോട് പറഞ്ഞത്. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇച്ചായന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിന്റെ കല്യാണം. ഏതായാലും എന്റെ മോൾക്ക് പറ്റിയൊരാളെ തന്നെ കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നേ. ഇച്ചായൻ ഹാപ്പിയാണ് മോളെ. ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ ഈച്ചായ, ഈച്ചായനെ സൈനയുടെ വീട്ടുകാര് ശത്രുവായിട്ടൊന്നുമല്ല കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആലോചന നമുക്കായിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നോ? അതും ഏട്ടത്തിയുടെ സമ്മതത്തോടുകൂടി. ആലോചന കൊണ്ടുവന്നത് മാത്രമല്ലല്ലോ അവര് ചെയ്ത സഹായം. കെട്ടു നടത്താനുള്ള കാശിന്റെ കാര്യത്തിലും അവര് കൈയയച്ച് സഹായിച്ചില്ലേ? ഞാൻ നോക്കിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് സഹായമല്ലാതെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നീ ഇങ്ങനെ മുഖം തരാതെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞേ. നിന്റെ ഭാര്യ ഇപ്പോഴും ഇടം തിരിഞ്ഞ് നിൽക്കുന്നതേ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ. ഇത്രയൊക്കെ സഹായങ്ങൾ അവര് ചെയ്യുമ്പോഴും നിന്റെ ഭാഗത്തു നിന്നും അവര് ചില മര്യാദകളൊക്കെ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോടാ? മതി അമ്മച്ചി, ഇനി എന്റെ കാര്യം പറഞ്ഞു തുടങ്ങി ഒടുവിൽ ഇച്ചായന്റെ കാര്യത്തിലെത്തി വഴക്കാക്കണ്ട. ഞാൻ പറയുന്നതാണോടി കുറ്റം? കെട്ടിയ പെണ്ണിനെ തിരിഞ്ഞു നോക്കാതെ വല്ലവളെ മനസ്സിലോർത്ത് ജീവിതം തട്ടി കഴിയുന്നത് കുടുംബത്തിൽ പറഞ്ഞ അമ്മച്ചി വേണ്ട. പറഞ്ഞും വിസ്തരിച്ചും ഒരുപാട് പഴകിയ കഥയല്ലേ ഇതൊക്കെ. ഞാനിപ്പോ ഇവിടെ വന്നത് ഈ കാര്യം ചർച്ച ചെയ്യാനല്ല. ഇവളുടെ മിന്നുകെട്ടാണ് ഇപ്പോഴത്തെ വിഷയം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ക്ഷണിക്കാനുള്ളവരൊക്കെ അമ്മച്ചി അപ്പച്ചനും കൂടി വിളിച്ചാൽ മതി. ഞാനും ഭാര്യയും മിന്നുകെട്ടിന് തന്നെ വരവുണ്ടാവും. അതെന്ത് പറച്ചില്ല? ഇച്ചായനും കൂടെ വേണം ഇവിടെ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ. എല്ലാവരുടെയും ചോദ്യം പറച്ചിലൊക്കെ അങ്ങ് ഒഴിവാക്കാലോ.
നിന്റെ മിന്നുകെട്ട് ഭംഗിയായി നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇച്ചാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പച്ചൻ വരുമ്പോൾ ക്യാഷിന്റെ കാര്യം എന്നത്തേക്ക് വേണമെന്ന് ചോദിച്ചു വയ്ക്കാൻ പറയണം. ഇറങ്ങട്ടെ മോളെ. ഓ, അപ്പൊ പറഞ്ഞത് നേരാണോന്നറിയാൻ നേരിട്ട് പോയി അന്വേഷണം നടത്തിയിട്ട് വന്നിരിക്കുക അല്ലേ? എന്നിട്ട് എന്റെ അനിയത്തി പറഞ്ഞത് സത്യമാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടല്ലോ അല്ലേ? അവളുടെ അവസ്ഥ ഇങ്ങനെ ആയതിൽ നിനക്കൊരു പങ്കില്ലേ അംബികെ? ഓ, ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ കാശിൽ നിന്ന് ഒരു ഓഹരിയെങ്കിലും നീ അവളെ വിളിച്ചു കൊടുത്തേക്ക്. അതുകൊണ്ടെങ്കിലും ആ പാവങ്ങളൊരു കര പറ്റിക്കോട്ടെ. പിന്നെ അംബികയുടെ തലയിൽ കൂടെ വണ്ടി ഓടുകല്ലേ അവളെ വിളിച്ച് കാല് പിടിച്ച് കാശ് കൊടുക്കാൻ? നടക്കില്ല സുരേട്ടാ. നിങ്ങൾ ഇനി തല കുത്തി നിന്നാലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് ഞാൻ അവക്ക് കൊടുക്കില്ല. അതിനായിട്ട് ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. എന്നെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയതല്ലേ ചേച്ചിയും കൊണ്ട് ഇവിടുന്ന്. 3 നേരം തിന്നാനും സുഖമായി കിടക്കാനും സ്ഥലം കൊടുത്തപ്പം അവക്കത് പോരെ പോലും. പഠിക്കട്ടെ, അനുഭവിച്ചു തന്നെ വളരട്ടെ. അമ്മേ, ആ, പോയ കാര്യം എന്താടാ? നിനക്ക് ചാൻസ് കിട്ടിയോ? കിട്ടിയമ്മേ. കിട്ടിയത് വെറും ചാൻസ് അല്ല കേട്ടോ. പടത്തിലെ 4 നായകന്മാരിൽ ഒരാളാ ഞാൻ. ഒരു സോങ്ങും ഒരു സോളോ ഫൈറ്റും ഉണ്ട്. ഈ പടം റിലീസാകുമ്പോഴേക്കും എന്റെ ജാതകം തന്നെ മാറുമെന്നാ ഡയറക്ടർ അശോക് സാർ പറഞ്ഞിരിക്കുന്നത്. ഈശ്വര, നന്നായിരിക്കട്ടെ. സിനിമയിലൊന്ന് കാലുറച്ച ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് നമുക്കൊരു ആലോചന വെക്കുമല്ലോ. അല്ല, എന്നത്തേക്കാ ഷൂട്ടിംഗ് തുടങ്ങുന്നേ? അത് ഈ മാസം ലാസ്റ്റിനെ തുടങ്ങുന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നമാടാ? ഞാനാണല്ലോ നായകൻ. ആ, അപ്പൊ മെയിൻ വേഷം ചെയ്യുന്നവര് നമ്മൾ ചെറുതായിട്ടെന്തെങ്കിലും നിർമ്മാതാവിന് ഷെയർ കൊടുക്കണം. ആഹാ, അത്രേ ഉള്ളൂ. അതൊരു പ്രശ്നമാണോടാ മോനെ? 5ഓ 10ഓ നമുക്ക് കൊടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ആ, എന്നാലും 10 തന്നെ വേണമെന്നാ പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞിരിക്കുന്നത്. അത് സാരമില്ലടാ മോനെ. നിന്നെ നായകനൊക്കെ മനസ്സ് കാണിച്ചവരല്ലേ. 10എങ്കിൽ 10. നീ നാളെ ബാങ്കിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്തങ്ങ് കൊടുത്തേര്. 10,000 രൂപയെ? അമ്മ ഇത് ഏത് നൂറ്റാണ്ടല്ലേ ജീവിക്കുന്നത്? അമ്മ സിനിമയിൽ 5ഉം 10ഉം എന്നൊക്കെ പറയുന്നത് 100ഉം 1000 ഒന്നും അല്ല, ലക്ഷങ്ങളാ, ലക്ഷങ്ങള്. 10 ലക്ഷം രൂപ അവർ ചോദിക്കുന്നത്. 10 ലക്ഷോ? നിന്നെ നായകനാക്കാനോ? എന്തുവാടാ ഇതൊക്കെ? സാരമില്ലമ്മേ, 10 ലക്ഷം കൊടുത്താലും മെയിൻ വേഷം തന്നെ കിട്ടുമല്ലോ. അത് മാത്രമല്ല, എന്നെ ഇതിന്റെ കോ പ്രൊഡ്യൂസർ ആക്കാന്ന് ഡയറക്ടർ ഏറ്റിട്ടുണ്ട്. ഏയ്, അതൊന്നും വേണ്ടടാ മോനെ. ഇനി നായകനല്ല മഹാരാജാവ് ആക്കാമെന്ന് പറഞ്ഞാലും കൈവിട്ട കളിയൊന്നും വേണ്ട. അത് ശരിയാവില്ല. കൊടുക്കാമെന്ന് ഏറ്റിട്ടാ ഞാൻ വന്നേക്കുന്നത്. സ്ക്രീനിൽ സഹനിർമ്മാണം അംബിക പുത്തേഴത്തെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുമ്പോ അതിന്റെ ക്രെഡിറ്റ് അമ്മ കൂടിയല്ലേ അമ്മേ? എല്ലാവരുടെയും മുമ്പിൽ അമ്മ വലിയ സിനിമ പ്രൊഡ്യൂസർ ആവുമല്ലേ? എടാ മോനെ, അങ്ങനെ എന്റെ പേരും പറഞ്ഞ് നീ കാശ് പിടുങ്ങാൻ നോക്കണ്ട. ബാങ്കിൽ കിടക്കുന്നതിൽ നിന്ന് സിനിമയ്ക്കെന്നും പറഞ്ഞ് ചില്ലി കാശ് ഞാൻ തരില്ല. എന്റെ മോൻ ആ മോഹം അങ്ങ് മറന്നേക്ക്. പറ്റില്ല, തരില്ലാന്ന് വാശി പിടിക്കാൻ. ഇത് അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊന്നുമല്ലല്ലോ, ആ പെമ്പിള്ളേരുടെ കാശല്ലേ. അതിൽ നിന്നൊരു ഓഹരിയാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആ കാശ് കിട്ടിയിരിക്കണം, ഇല്ലേ പ്രശ്നാവേ. അല്ല സുരേട്ടാ, ഇവനിത് എന്ത് ഭാവിച്ചാ? നന്നായി, അതങ്ങനെയേ വരൂ. കടലിൽ നിന്ന് കിട്ടിയത് കടലിൽ തന്നെ പോകണം. ചേടാ, 10 ലക്ഷോ? നാളെ സ്വന്തം പെങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് അലൻ സാർ അവിടുത്തെ ഫുൾ ഇൻചാർജായി കാണുമെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ഒരു ടെൻഷൻ കൊണ്ട് ചോദിച്ചു പോയതാ. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിന് നിനക്കെന്തിനാ ടെൻഷൻ? അലന്റെ ഈ ചോദ്യത്തിന് സത്യസന്ധമായ ഒരു മറുപടി പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പിണങ്ങേണ്ടി വരും. നാളെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ട് അത് വേണോ? കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അല്ല, വീട്ടിലേക്കാണെന്നും പറഞ്ഞ് പോകുന്ന ആൾ ഇടയ്ക്ക് വെച്ച് റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നതാ എന്റെ ടെൻഷൻ. അല്ല, ഇതിനു മുൻപും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടേ. കോളേജിലേക്കാണെന്നും പറഞ്ഞ് പോയ ആളെ പിന്നെ കാണുന്നത് എവിടെ വെച്ചാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വേണ്ട, ഇനി അതൊന്നും പറഞ്ഞ് പരസ്പരം മുഷിയേണ്ട നമുക്ക്. നാളത്തെ ആ ചടങ്ങ് മംഗളമായിട്ട് നടക്കണം. അലന്റെ അനിയത്തിക്ക് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. അത് നന്നായിട്ട് വരണം.
പക്ഷേ അപ്പോഴും അലന്റെയും അയാളുടെ ഭാര്യയുടെയും ജീവിതം ഇങ്ങനെ എങ്ങും എത്താതെ കിടക്കുവാണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്തോളണം കേട്ടോ. അല്ല അതൊക്കെ പോട്ടെ, ഇപ്പോ എന്റെ പാപ്പിച്ചായനെ പറ്റി എന്നതാ എന്റെ ഭർത്താവിന്റെ അഭിപ്രായം? പാപ്പിച്ചായൻ വെറും വാക്ക് പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ അലന്? പറഞ്ഞ വാക്ക് എന്ത് വില കൊടുത്തും പാലിക്കുന്നവനാ എന്റെ പാപ്പിച്ചായൻ. നമ്മുടെ കല്യാണം നടത്തുമ്പോ അലന്റെ അപ്പച്ചനും അമ്മച്ചിക്കും കൊടുത്ത വാക്കാ നാളെ സത്യമാവാൻ പോകുന്നത്. എത്രയാന്ന് കണക്ക് പോലും നോക്കാതെ സ്വന്തം മരുമോന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരാളെ ഈ ഇടവകയിൽ അലന് കാണിച്ചു തരാൻ പറ്റൂ? എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ഇങ്ങനെ വാരിക്കോരി ചെലവാക്കുന്നത്. അത് അലനോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാ. അലന്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. താൻ ഈ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പെങ്ങൾക്ക് വേണ്ടി നിന്റെ അപ്പച്ചൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചതും കല്യാണ ചെലവ് വഹിക്കുന്നതൊക്കെ എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണെന്നൊക്കെ നീ അക്കമിട്ട് നിരത്താതെ തന്നെ എനിക്കറിയാം. പിന്നാലെ നടന്നും പറയാതെ പറഞ്ഞും അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നീ വെറുതെ കഷ്ടപ്പെടണ്ട. ആ പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണം എനിക്കും എന്റെ വീട്ടുകാർക്കും വേണ്ടി നീയും നിന്റെ അപ്പച്ചനും കൂടി നടത്തുന്ന മഹാത്യാഗമൊന്നുമല്ലല്ലോ. എന്നെ നിനക്ക് വേണ്ടി വില പറഞ്ഞു ഉറപ്പിക്കുമ്പോ ഈ കല്യാണം അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ചോദിച്ചു വാങ്ങാതെ തന്നെ നിന്റെ അപ്പച്ചൻ അത് അറിഞ്ഞങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ഇത്രയ്ക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമല്ല. ആ ശരി, അങ്ങനെ ചെയ്യാൻ തോന്നിയ നിന്റെ അപ്പച്ചനോടും നിന്നോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പോരെ? ഓ അങ്ങനെ നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തി ഈ ചടങ്ങ് ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാന്ന്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ നമുക്ക് ഈ നാടകം കളി തുടരാന്ന് അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് ഈ ഷോ ഇങ്ങനെ തന്നെ തുടരാം. പക്ഷെ ഒരു കാര്യം മാത്രം എന്റെ ഭർത്താവ് മനസ്സിലാക്കിയാൽ മതി. എത്ര നാളിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാലും ഞാൻ മനസ്സുമെടുത്ത് ഈ ഗെയിമിൽ നിന്ന് പിന്മാറുമെന്ന് അലൻ കരുതണ്ട. നാളെ മണവാട്ടിപ്പെണ്ണിന്റെ ആങ്ങളെയായിട്ട് അരങ്ങ് തകർക്കാനുള്ളതല്ലേ? വെറുതെ ഉറക്കം വിളിച്ച് നേരം കളയണ്ട. നമുക്ക് അതിരാവിലെ പോകാനുള്ളതല്ലേ? അലൻ കിടന്നു. ഗുഡ് നൈറ്റ്. പിന്നെ അവരും വീട്ടുകാരും എന്നാ പറയുന്നു? അവര് ഹാപ്പിയാണോ? ആ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ കാര്യങ്ങള്. നീയും അവരുടെ കൂട്ടത്തിൽ അങ്ങ് നിന്നേക്കണം. ആ പിന്നെ ഈ കല്യാണം നടക്കുന്നത് നിന്റെ ഒരു ഒറ്റയാളുടെ മിടുക്കൊണ്ടാണെന്ന് അവനെ അവന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ശരിക്കും ബോധ്യമാക്കി കൊടുത്തേക്കണം. ശരി ശരി, ഞങ്ങൾ ഉടനെ എത്തിയേക്കാം. ആരാച്ചാ? അവളാണോ? ആ, നമ്മൾ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, എന്നത്തിനാ നമ്മൾ നേരത്തെ പോയി അവിടെ കെട്ടിയൊരുങ്ങിയേക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. കൊടുക്കാനുള്ള പണവും പൊന്നും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അവരെ ഏൽപ്പിച്ചതല്ലേ. ഇനി സമയത്തിനൊന്ന് പോയി മുഖം കാണിച്ചിട്ട് മടങ്ങാം. ഓ, അതിന്റെ കാര്യമൊക്കെ ഉള്ളൂ. അത് പോരടാവേ, നമ്മൾ അവിടെ വെറും കാഴ്ചക്കാരായിട്ട് പോരാ, കാര്യക്കാരായിട്ട് തന്നെ വേണം. മിന്നുകെട്ട് അവന്റെ പെങ്ങളുടെ ആണേലും ചടങ്ങില് ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്നത് നമ്മളും നമ്മുടെ പെങ്കൊച്ചുമായിരിക്കണം. വരുന്നവർക്കെല്ലാം ബോധ്യമാവണം അവന്റെ പെങ്ങളുടെ കെട്ട് നടത്തി കൊടുത്തത് നമ്മളാണെന്ന്. വരുന്നവർക്ക് ബോധ്യമായിട്ട് എന്നതാ ചാച്ച കാര്യം? അവനല്ലേ ആ ചിന്ത ആദ്യം ഉണ്ടാവേണ്ടത്. ഇപ്പോഴും അവന്റെ വിചാരം നമുക്ക് വേണ്ടി അവൻ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലെയാ. ചില സമയത്ത് അവന്റെ മസിൽ പിടുത്തം കാണുമ്പോ കാരണം നോക്കി ഒന്ന് പിടയ്ക്കാനാ തോന്നുന്നു. ആ വിട്ടുകളേടാവേ, നീ വെറുതെ കയ്യാങ്കളിക്കൊന്നും നിൽക്കണ്ട. അതൊക്കെ അവസാനത്തേക്ക് വെക്കണം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ബുദ്ധിപരമായി നീങ്ങുന്നത് തന്നെയാ നല്ലത്. വളയ്ക്കേ ചെയ്യാവൂ, ഓടിക്കരുത്. ഒടുക്കം അവന് തോന്നണം നമ്മുടെ കൂട്ടത്തിൽ കൂടിയതാ രക്ഷയായതെന്ന്. അപ്പൊ കഴിഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും പട്ടിയെ പോലെ ചുരുണ്ടുകൂടിക്കൊടുക്കും. അല്ല, അതെന്തായാലും അങ്ങനെ വരും. ആ ചാച്ചനീ പറഞ്ഞ പോലെയൊക്കെ നടന്നാ കൊള്ളാം. നമ്മൾ ഈ ചെലവാക്കുന്ന സമയവും കാശും ഒക്കെ വെറുതെയാണ്. ഇപ്പൊ തന്നെ ആ ചട്ടുകാലി പെങ്കൊച്ചിന്റെ മിന്നുകെട്ടിന് എത്ര ചെലവായത്? എന്റെ കണക്കില് ചുരുങ്ങിയത് ഒരു 10-25 ലക്ഷം രൂപ പൊട്ടിയുണ്ടാവും. ഒക്കത്തിനും ദേ ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓവേ, അത് നീ എന്നെ പഠിപ്പിക്കണ്ടാ ബെനിച്ച. ആറ്റിക്കളഞ്ഞാലും അളന്നേ ഈ പൗലോസ് കളയൂ. പിന്നെ അവന്റെ പെങ്ങൾക്ക് കൊടുക്കുന്നതാണേലും അതിന്റെ ഗുണം നമ്മുടെ കൊച്ചിനല്ലേടാ കിട്ടാൻ പോകുന്നത്. നീ നോക്കിക്കോ, ഈ മിന്നുകെട്ട് കഴിയുന്നതോടെ എന്റെ മരുമകൻ നല്ല മിടുക്കനാവും. ഇല്ലേല് ഈ പൗലോസിന്റെ തനി കോണം അവൻ അറിയുകയും ചെയ്യും. അതിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോടാ പൊന്നു മോനെ? ആ വേഗം വാ. ഇപ്പോഴേലൊന്ന് കെട്ടിയെടുക്കാൻ തോന്നിയല്ലോ. അണിഞ്ഞൊരുങ്ങി മതിയായെങ്കിൽ മദാമോരം ഒന്ന് വണ്ടിയിലോട്ടൊന്ന് കയറിയാട്ടെ. അണിഞ്ഞൊരുങ്ങാനൊന്നും പോയതല്ല. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ മാതാവിന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതി. അയ്യോ, അതും ഒരു കുറ്റമായി പോയോ? അയ്യോ ഇല്ലേ,
അന്നപ്പെണ്ണിന്റെ സ്തുതി കേട്ടില്ലെങ്കിൽ മാതാവിന് ഉറക്കം വരികയില്ലെന്ന് നീ ഉള്ളവൻ അറിയാമേ. ദൈവദോഷം പറയാതെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? സുസുമോ, ഏതാടി ഈ സാരി? അതെന്നാ ഇച്ചായനോട് ഞാൻ പറഞ്ഞതല്ലേ, ഇത് കല്യാണത്തിന് വേണ്ടി അമ്മച്ചി എനിക്ക് എടുത്തു തന്നതാ. കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് നിനക്കൊന്ന് വരാൻ പോലും മനസ്സിലായിരുന്നു. അപ്പൊ നിന്റെ അപ്പൻ ഉവാവുമായിരുന്നു. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് പുതിയ സാരിയൊക്കെ ചുറ്റി നല്ല സെറ്റപ്പിലാണല്ലോടി നീ. അങ്ങനെ വേണമല്ലോ, കല്യാണം അവന്റെ പെങ്ങളുടെ അല്ലേ, അല്ലടി? ദേ, അവിടെ ചെല്ലുമ്പോ ഒരുപാടങ്ങ് അഴിഞ്ഞാടാനൊന്നും നിൽക്കണ്ട. ഏതെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി നിന്നോണം. പറഞ്ഞു കേട്ടില്ലേ? വാ. ഇനി ഇതുകൂടി എഴുതിക്കോ. എന്താ? അത് നാളെ എഴുതാൻ ടീച്ചർ. പപ്പ ഇപ്പൊ വരും. അതിനെന്താ, പപ്പ വന്നോട്ടെ. പപ്പയോടല്ലോ ഞാൻ എഴുതാൻ പറഞ്ഞത്. ഇതുകൂടി എഴുതിയിട്ട് നിർത്താം നമുക്ക്. എഴുതിക്കോ. ടീച്ചറെ, എങ്ങനെയുണ്ടടി നിന്റെ സ്റ്റുഡന്റ്? ഇവള് മിടിക്കല്ലേ. പിന്നെ നിന്റെ കൂട്ടി ഇത്തിരി ഉഴപ്പുണ്ടെന്നുള്ള കുഴപ്പമേ ഉള്ളൂ. സാരമില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാം. ഭയങ്കര സോപ്പ് പാർട്ടിയാണ് കേട്ടോ. ഇത്തിരി അടുപ്പം കാണിച്ചാൽ മതി, തലേ കയറി നിരങ്ങും. പപ്പയുടെ മമ്മിയുടെ സെക്കൻഡ് ഹണിമൂൺ കാലത്തെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് രണ്ടുപേരും കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക. അത് ഇവള് മാക്സിമം മുതലെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേച്ചിയുടെ അത്ര വഷളൊന്നുമല്ല. കണ്ടോ, പുസ്തകത്തിലൊന്നുമല്ല അവളുടെ ശ്രദ്ധ, നമ്മുടെ വായിന്ന് വരുന്നത് കാത്തിരിക്കുക. ഇരുന്ന് പഠിക്കടി. അതിന് ചേച്ചിയല്ലേ ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്തേ? മതി മതി, ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ടീച്ചർ. അവള് മിടിക്കുക. നാളെ രാവിലെ ഞാൻ പോവും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ഹോസ്റ്റലിൽ നമ്മുടെ പഴയ വാർഡൻ തന്നെയല്ലേ ഇപ്പോഴും? ഷോ, അതൊക്കെ തന്നെ. തള്ളച്ചിയുടെ ജാട ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരാന്നേ. ആ ഷെറിനും ഗ്രൂപ്പും അവർക്കിട്ട് എന്തൊക്കെയോ പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ റൂമിൽ എനിക്ക് പകരം ആരാ വന്നേന്നറിയോ? അത് സേലത്തുള്ള കുട്ടിയാന്ന് തോന്നുന്നു. ഞാൻ അതിന് കമ്പനിയൊന്നും കൊടുത്തില്ല. നീ ഉള്ളപ്പോ എന്ത് രസായിരുന്നു. എന്തു പറ്റിയടി? ഒന്നുമില്ല, വെറുതെ അതൊക്കെ ഒന്ന് ഓർത്തുപോയതാ. ആ കാലൊന്നിന് തിരിച്ചു കിട്ടില്ലല്ലോ എന്നോർത്തപ്പോ ഒരു സങ്കടം. കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു മാർഗവും ഇല്ല അല്ലേ? എവിടുന്നാനു 5ഉം 10ഉം കിട്ടുന്നതൊക്കെ ചേച്ചിയുടെ ഡെലിവറിക്ക് വേണ്ടി ഇപ്പോഴേ കരുതി വെക്കുക. അത് കഴിഞ്ഞാലും വേണമല്ലോ. നിന്റെ കാര്യം ഞാൻ ഇന്നലെ പപ്പയോട് സംസാരിച്ചു. ഏതെങ്കിലും സ്പോൺസറെ കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പപ്പ പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ടാനു. ആ മോഹമൊക്കെ ഞാൻ വിട്ടു. മോഹിച്ചാലും നടക്കില്ല. പിന്നെന്തിനാ? നീ ഫ്രണ്ട്സിനോടൊന്നും പറയണ്ട നമ്മൾ തമ്മിൽ കണ്ട കാര്യം. അവരൊക്കെ മറന്നു തുടങ്ങിയത് പിന്നെ ഓർമ്മിപ്പിക്കണ്ട. പഴയ ഗൗരി എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ അങ്ങ് മാഞ്ഞോട്ടെ. ഗൗരി മോളെ ഇതുവരെ കണ്ടില്ലല്ലോ ഇക്കാവേ. ഇതിനെ തനിച്ചാക്കിട്ട് പോകാനും ഒക്കത്തില്ലല്ലോ. എല്ലാക്കെ ഒന്ന് പറക്കി ഒതുക്കി വയ്ക്കാം. അവള് വന്നാലുടനെ നമുക്ക് പോവാല്ലോ. അല്ലടാ, നിങ്ങൾ ആപ്പിള് മാത്രമേ കാച്ചോത്തോളാ? അത് അവൾ ആ ഗർഭിണി കൊച്ചിന് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ? അതിനകത്ത് ഒരുപാട് ഇരിക്കുമല്ലോ. അതിന്ന് ഒരെണ്ണം ഞാൻ തിന്നാൽ എന്താ കുഴപ്പം? എനിക്ക് ഇതുപോലെയൊക്കെ ഒരെണ്ണം തിന്നാന്നല്ലാതെ നീ ഒരെണ്ണം എനിക്ക് വാങ്ങി തരുന്നില്ലല്ലോ. പിന്നെ ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചു വരാൻ നിങ്ങൾ വലിയ സിനിമാ നടനല്ലയോ? കണ്ടാച്ചാലും മതി. ഒരു പ്രേമനസീർ വന്നിരിക്കുന്നു. നീ ഒരു കടി കടിച്ചോടി. ഇത്തിരി നിറവും ഗുണമൊക്കെ വെക്കട്ടെ. നിനക്കും കൂടിയാ ഞാൻ എടുത്തത്. എന്തേക്കാവേ വയസ്സുകാലത്ത് ഒരു മുതുകൂത്തും കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കങ്ങും വേണ്ട. കഴിച്ചോടി. ഞാൻ നിനക്കും കൂടി വേണ്ടിയാ എടുത്തോണ്ടത്. കഴിച്ചോ കഴിച്ചോ. എന്താ രണ്ടുപേരും കൂടി ലവ് സീനാണല്ലോ? ഞങ്ങള് വെറുതെ ഇങ്ങനെയുള്ള തമാശകള്. അല്ല, മോളെന്താ വൈകിയ? വഴിയിൽ പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. ചേച്ചി എവിടേക്കമ്മേ? ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്നു? 3-4 പിടി ചോറുണ്ട്. ഈ കായൽ മീൻ കറി വെച്ചത് അത്ര പിടുത്തമല്ലെന്ന് തോന്നുന്നു. ഊണ് കഴിഞ്ഞ് അല്പം കിടക്കട്ടെ എന്ന് കരുതിയപ്പോഴാ വൈറ്റിയണ്ണിയെ കാണാൻ വിരുന്നുകാരി വന്നത്. വിരുന്നുകാരിയോ? അതാരാ ചേച്ചിയെ കാണാൻ? മോളെ അകത്തോട്ടിയല്ലേ, അവരവിടെ തന്നെ ഉണ്ട്. ദേ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കേ. ആന്റി നോക്കി ചിരിച്ചേ. ഇനി മുഖം ഉയർത്തിപ്പിടിച്ചേ. നേരെ നോക്കണ്ടേ മോളെ.